കുംഭമേളയിലെത്തിയ മൊണാലിസയെ പോലുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചായിരുന്നു പോയ വാരത്തിലെ രാജ്യത്തെ പ്രധാന ചർച്ചകളിലൊന്ന്. മൊണാലിസ എത്തിയത് കുംഭമേളയിൽ പങ്കെടുക്കാനല്ല, ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയായിരുന്നു. മൊണാലിസയുടെ സൗന്ദര്യത്തെക്കുറിച്ചല്ല, മൊണാലിസ എങ്ങനെയാണ് ദരിദ്രയായത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ കുംഭമേള. ലോകത്ത് ഏറ്റവുമധികം ജനങ്ങൾ തിങ്ങിക്കൂടുന്ന തീർത്ഥാടനം. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണമായിരിക്കുകയാണ് ഈ പെൺകുട്ടി. പെൺകുട്ടിക്ക് ഡാവിഞ്ചിയുടെ വിശ്വപ്രസിദ്ധ ചിത്രമായ മൊണാലിസയുമായുള്ള സാദൃശ്യം, പെൺകുട്ടിയുടെ തിളങ്ങുന്ന കണ്ണുകൾ, ഇതെല്ലാമാണ് വലിയ വാർത്തകളായത്. ഈ പെൺകുട്ടിയുടെ സൗന്ദര്യമല്ല, ഇവൾ എന്തിനെ കുംഭമേളയ്ക്ക് എത്തി എന്നതാണ് ചോദ്യം. ഇവൾക്ക് പ്രായം 16, +1 പഠിക്കേണ്ട പ്രായം. സ്കൂളിൽ പോകുന്നില്ല, പട്ടിണി മാറ്റാനായി പണിക്ക് പോകുന്നു. രുദ്രാക്ഷം വിറ്റ് പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് കുംഭമേളയ്ക്ക് എത്തിയത്, അല്ലാതെ കുംഭമേളയുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വന്നതല്ല. കുംഭമേളയിൽ മൊണാലിസ മാത്രമല്ല, നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഇതുപോലെ തന്നെ വിൽപ്പനയ്ക്കായി വരുന്നു. എല്ലാ സിറ്റികളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. വൻതോതിലായിട്ട് വീട്ടുജോലിക്കാരായും അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകളും ചായ വിൽപ്പനക്കാരായിട്ടും ഒക്കെ തൊഴിൽ തേടി എങ്ങനെയെങ്കിലും ജീവിതം കഴിച്ചുകൂട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള തൊഴിലാണ് ലഭ്യമായിരിക്കുന്നത്. അതിനെയെല്ലാം എംപ്ലോയിഡായിട്ട്, അതായത് തൊഴിൽ ലഭ്യമായതായിട്ട് കണക്കിൽ കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഭാരതത്തിലെ ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ചുമുള്ള പട്ടിണിയുടെയും തൊഴിലില്ലായ്മയുടെയും അങ്ങേയറ്റത്തെ ഉള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. കുംഭമേളയിൽ കോടിക്കണക്കിന് പേർ പങ്കെടുക്കും. കുംഭമേളയ്ക്കായി കേന്ദ്ര സർക്കാരും UP സർക്കാരും ചെലവഴിക്കുന്നത് 25,000 കോടി രൂപയോളമാണ്. കുംഭമേളയ്ക്കായി കോടികൾ ചെലവഴിക്കാൻ BJP സർക്കാരുകൾക്ക് പണമുണ്ട്. എന്നാൽ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ പണമില്ല. രുദ്രാക്ഷം വിൽക്കാനായി കുംഭമേളയ്ക്കെത്തിയ ഈ കുട്ടി മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയാണ്. കുംഭമേള നടക്കുന്നത് UPയിലാണ്. ഈ കുട്ടി ഇന്ത്യൻ പൗരയാണ്. രാജ്യവും UPയും മധ്യപ്രദേശും ഭരിക്കുന്നത് BJPയാണ്. ദാരിദ്ര്യം ഇല്ലാതാക്കാൻ BJP സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല. ചെയ്തിരുന്നെങ്കിൽ പട്ടിണി മാറ്റാനായി ഈ പെൺകുട്ടി കുംഭമേളയ്ക്ക് എത്തുമായിരുന്നില്ല. പതിനാറ് വയസ്സുള്ള ഈ പെൺകുട്ടി എന്തുകൊണ്ട് പഠിക്കുന്നില്ല? എന്തുകൊണ്ട് ഇവൾക്ക് സ്വന്തം നാട്ടിൽ തൊഴിൽ ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് ഇവൾ ദരിദ്രയാവുന്നു? ഉത്തരം പറയേണ്ടത് മോദിയാണ്. ഇന്ത്യയിലെ പട്ടിണി ഏതാണ്ട് 7% പേർക്ക് മാത്രമേ പട്ടിണിയുള്ളൂ എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. എന്നാൽ ഏതാണ്ട് 80% വരുന്ന ഇന്ത്യൻ ജനങ്ങൾക്ക് കഴിഞ്ഞ കാലയളവിൽ അവരുടെ
ഭക്ഷ്യ ഉപഭോഗവും അവരുടെ വീട്ട് നിത്യ ചെലവുകളിലുള്ള വൻതോതിലുള്ള ഇടിച്ചിലും ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുള്ള വൻതോതിലുള്ള ഭക്ഷ്യവിലക്കയറ്റം, അതുപോലെ അവശ്യവസ്തുക്കൾ, മരുന്ന് തുടങ്ങിയവയുടെ വിലക്കയറ്റം, വിദ്യാഭ്യാസ ചെലവിലുള്ള വർധന, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ ഇന്ത്യയിലാകെ, അതുപോലെ തന്നെ നഗരങ്ങളിലാണെങ്കിലും തൊഴിൽ ലഭ്യത വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പ്രിക്കേരിയസ് ആയിട്ടുള്ള ഏറ്റവും തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രം ലഭിക്കുകയും തൊഴിലുണ്ട് എന്ന് പറയാൻ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യുന്ന തരത്തിലുള്ള മാത്രമാണ് ജനങ്ങൾ ജീവിക്കുന്നത്.